ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും ചേട്ടൻ റെഡി ആയിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. അച്ഛനും അമ്മേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അവരിറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ പാമ്പുമൈക്കാട് മന കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും റെഡി ആയിട്ട് ഇത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ കാറിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളായി ഇവിടെ പോകണം, ഈ ക്ഷേത്രത്തിലൊന്ന് പോകണം, തൊഴണം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വന്ന ടൈമിൽ അമ്മ എന്നോട് പറയുന്നതാണ് പോകണം എന്നുള്ളത്. ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് ആ സമയത്തൊന്നും നടന്നില്ല. എന്തായാലും കുറച്ച് ദിവസത്തെ നോയമ്പൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തീരുമാനിച്ച് ഇപ്പോഴങ്ങ് പോയേക്കാന്ന്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ പോവാണ്. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ വക ഓരോ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അച്ഛനെ സംബന്ധിച്ച് അച്ഛന് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ബ്ലോഗിലൊക്കെ വന്ന് എപ്പോഴും ഒരു ടാറ്റയൊക്കെ തന്നിട്ട് പോകാറുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കാണാനും. യൂട്യൂബിലൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുമ്പോൾ പുള്ളിയുടെ ഫേസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ബ്ലോഗിൽ വരും കേട്ടോ. അതിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പം ദേ ഞങ്ങൾ അമ്പലത്തിൻ്റെ അങ്ങോട്ടുള്ള വഴിയിലേക്ക് കയറുകയാണ് കേട്ടോ. നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കിന്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറി. അപ്പം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും ഞങ്ങൾ അവിടെ ഇറക്കിയതിന് ശേഷം വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് പാർക്കിംഗ് ഏരിയ കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാനും ചേട്ടായും കൂടെ അങ്ങോട്ട് നടന്ന് പോവുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്, ഒന്നിച്ച് കയറാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ നടന്ന് ചെല്ലുകയാണ്. അവർ രണ്ടുപേരും അവിടെ നടന്ന് പയ്യെ എത്തുന്നുണ്ട്. അമ്മയ്ക്ക് നടക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് അവർ പയ്യെ അവിടെ നടന്നെത്തത്തുള്ളൂ. ഞങ്ങൾ നടന്ന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞ് നിങ്ങൾ എടുക്കുന്നതാണ്. വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല പുള്ളി വീഡിയോയിൽ വരുന്നത്, പക്ഷെ സഹിച്ചല്ലേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ആൾ വരുന്നത്. അപ്പോൾ ഇതാണ് പാമ്പുമൈക്കാട് മന. ഞാൻ പറഞ്ഞില്ലേ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോയിലൊക്കെ വരാനെന്ന്. അമ്മ ഇതൊന്നും അറിയുന്ന പോലുമില്ല. അച്ഛന് എവിടെ ഞാൻ വീഡിയോ ഓണാക്കിയാലും അവിടെ വരും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു നല്ല എനർജി ആയിരുന്നു കേട്ടോ. നല്ല ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇത് കാവാണ്. ഞങ്ങൾ വന്ന ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. 7 ദിവസം വന്നു കഴിഞ്ഞാൽ ഇത്രയും തിരക്ക് കാണത്തില്ല. എല്ലാ മാസവും 1-ാം തീയതിയാണ് മനയ്ക്കകത്തേക്കുള്ള പ്രവേശനം. അന്ന് ഇവിടെ നല്ല തിരക്കായിരിക്കും. ക്യൂ പാലിച്ചതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് നമുക്ക് കയറാനൊക്കെ പറ്റത്തുള്ളൂ. എന്തെങ്കിലും മാത്രമേ നമുക്ക് തൊഴാനായിട്ടും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് എന്നപ്പോൾ അകത്ത് കയറാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പക്ഷേ അകത്ത് കയറണം എന്ന് ഉദ്ദേശിച്ചല്ല പോയത്. കാരണം അമ്മേനെ കൊണ്ട് പോകുമ്പോൾ അമ്മയ്ക്ക് അത്ര നേരം ക്യൂ ഒന്നും നിന്ന് തൊഴാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു പുറത്തു നിന്നായാലും തൊഴണം എന്ന് ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ നോയമ്പെടുത്ത് പോകുന്നത് തന്നെ. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള വ്യൂ എന്ന് പറയുന്നത്. ഈ കാണുന്ന ചെറിയ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് മനയ്ക്കകത്തേക്ക് കയറുന്നത്. ഇപ്പോൾ അവിടെ പ്രവേശനമില്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വഴിപാടുകളും മറ്റും അതിൻ്റെ പൈസയും കാര്യങ്ങളും ഒക്കെ ഉള്ള വിവരണ പട്ടികയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുമായിരുന്നു. അച്ഛനും ചേട്ടായാണ് നിന്നത്. ഞാൻ അവരോട് പോയി കുറച്ച് നേരം ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി നേരെ അമ്മ ഇരിക്കുന്നിടത്തോട്ട് പോകുന്നു. ഞാൻ അമ്മയ്ക്ക് അവിടെ ഒരു കസേരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അമ്മ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്നതിന് ശേഷം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പറത്തി കേട്ടോ. എല്ലായിടത്തുനിന്നും നമ്മൾ വീഡിയോ എടുക്കാൻ അലൗഡ് ആണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരത്ത് നിന്ന് മാറി നിന്നാണ് എടുത്തത്. അപ്പം ഞങ്ങൾ വഴിപാടെല്ലാം കഴിപ്പിച്ച് തൊഴുതുമൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് പ്രസാദം കിട്ടി. അപ്പോൾ പായസം കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ അതവിടെ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ പായസം കഴിച്ചുകൊണ്ടിരുന്ന നല്ല പായസമായിരുന്നു. ഞാൻ ചേട്ടായോട് എന്തൊക്കെയോ പായസത്തെപ്പറ്റി ചോദിക്കുന്നുണ്ട്. വേറെ എന്തൊക്കെയോ ചേട്ടായോ അതിന് അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പായസം കഴിച്ചതിന് ശേഷം ഞങ്ങളവിടെ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുകയാണ്. അമ്പലത്തിലെ ആൾക്കാർ വരുന്നതും പോകുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുമേനി കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്നാണ് കേട്ടോ നമുക്ക് നിവേദ്യം തരുന്നത്. അച്ഛൻ അപ്പുറത്തോട്ട് അങ്ങോട്ട് മാറി. അപ്പം ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ചേട്ടായോട് എന്തെങ്കിലുമൊക്കെയോ പറയാനായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്നൊക്കെ ഞാനിപ്പോൾ മറന്നുപോയി. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം തിരിച്ചു പോന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അല്ലേ. അപ്പം അമ്മ പുറകെ വരുന്നുണ്ട്, അച്ഛൻ അതിലും പുറകെ വരുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഉണ്ടേ പറ. എല്ലാവരും വന്ന് തൊഴുതിട്ടൊക്കെ പോവാം. അപ്പോൾ അവർ രണ്ടുപേരും നടന്നു വരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ടാണ് കേട്ടോ മുണ്ട കഴിച്ചിട്ടത്. അപ്പോൾ നമ്മളിത് കയറി വരുമ്പോൾ തന്നെ കാണുന്നതാണ്. ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എടുക്കാൻ തന്നെ വിചാരിച്ചു വന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ നേരം വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് കാറിലേക്ക് പോകുന്നു. അപ്പോൾ അമ്മയ്ക്ക് നടക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കാറിൽ കയറാനും നല്ല പാടുണ്ടായിരുന്നു. കുറച്ച് നേരം നടന്നതിൻ്റെ ഇച്ചിരി പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ആൾ വണ്ടിക്കുള്ളിൽ കയറി. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതിന് സമയത്ത് ഞങ്ങൾ
ഞങ്ങൾ പ്ലാൻ ചെയ്തു എന്നാൽ ഇവരുമായിട്ട് വേറെ എവിടെയെങ്കിലും പോകാമെന്ന്. കാരണം അമ്മ എങ്ങനെ എപ്പോഴും എവിടെയെങ്കിലും പോകാറില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തു അതിരപ്പള്ളി അല്ലെ ഏഴാറ്റുമുഖം ആ ഒരു ഭാഗത്തേക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഏഴാറ്റുമുഖം അതിലേക്ക് ഒന്ന് പോയി അവരെ ആ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇങ്ങ് പോന്നു. പിന്നെ മണിയുടെ വീടും മണിയുടെ സ്മാരകമൊക്കെ ഇരിക്കുന്ന സ്ഥലമൊക്കെ കൊണ്ടുപോയി കാണിച്ചു. അമ്മയ്ക്ക് അതൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.